അനിൽ പനച്ചൂരാൻ അകാലത്തിൽ നമ്മെ വിട്ടുപിരിഞ്ഞു പോയ ഒരു മഹാപ്രതിഭ, കവി, ചലച്ചിത്ര ഗാന രചയിതാവ് എന്നീ നിലകളിലൊക്കെ പ്രഗത്ഭനായി വിലസിയ ഒരു നല്ല വ്യക്തിത്വം. ശ്യാം അദ്ദേഹത്തെ എങ്ങനെ കാണുന്നു? സുരേഷ്, അനിൽ പനച്ചൂരാൻ നമ്മെ വിട്ടുപോയിട്ട് 5 വർഷം കഴിയുന്നു. അതെ. കോവിഡ് ഒരുപാട് കലാകാരന്മാരെ നമ്മളിൽ നിന്നും അകറ്റി. അതെ. മഹാമാരി അങ്ങനെ ഒരു വലിയൊരു ദുരന്തവും കൂടെ, പല ദുരന്തങ്ങളുടെ കൂട്ടത്തിൽ അത്തരത്തിലൊരു ദുരന്തവും കൂടെ പേറിയിട്ട് തന്നിട്ടാണ് പോയത്. അതിൽ പെട്ടുപോയ ഒരു മഹാപ്രതിഭയായിരുന്നു അനിൽ പനച്ചൂരാൻ. 2021 ജനുവരി മാസം ആദ്യം, ആ വർഷം തുടങ്ങുന്നത്, പുതുവർഷം തുടങ്ങുമ്പോഴുള്ള ആദ്യത്തെ ഏറ്റവും ഞെട്ടിപ്പിക്കുന്നതും ആയ ഒരു വാർത്തയായിരുന്നു. അനിൽ പനച്ചൂരാൻ ശരിക്കും പ്രായം വളരെ കുറവായിരുന്നു. കഷ്ടിച്ചൊരു 52 വയസ്സോളം മാത്രമേ അനിൽ പനച്ചൂരാൻ അന്ന് പ്രായമുണ്ടായിരുന്നുള്ളൂ. മാത്രമല്ല, അദ്ദേഹം പ്രശസ്തിയിലേക്ക് ഇങ്ങനെ ഉയർന്നുയർന്നു വന്നുകൊണ്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. അന്ന് ഇറങ്ങുന്ന മിക്ക ചലച്ചിത്രങ്ങളിലും ഗാനരചന അനിൽ പനച്ചൂരാൻ എന്നാണ് എഴുതി വന്നിട്ടുണ്ടായിരുന്നത്. കവി ആണ് അദ്ദേഹം. അടിസ്ഥാനപരമായിട്ട് അദ്ദേഹം കവിയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കവിതകൾ പലതും പാട്ടുകളായിരുന്നു. പാട്ടുകളായതുകൊണ്ട് തന്നെ അത് വളരെ ജനകീയവുമായിരുന്നു. അദ്ദേഹത്തെ വളരെ പ്രതിഭാസമ്പന്നരായ ചില സംവിധായകരാണ് ആദ്യം അദ്ദേഹത്തെ കണ്ടെത്തുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രതിഭയെ കണ്ടെത്തിയിട്ട് അദ്ദേഹത്തിൻ്റെ ചില പാട്ടുകൾ അവരുടെ സിനിമയിലെ സന്ദർഭവുമായിട്ട് കൂട്ടി യോജിപ്പിച്ച് അവതരിപ്പിച്ചു. അതൊക്കെ തന്നെ വലിയ വലിയ സ്വീകാര്യത ജനങ്ങൾക്കിടയിൽ കിട്ടി. അങ്ങനെ അനിൽ പനച്ചൂരാൻ ഇങ്ങനെ വളർന്ന് വന്ന് പിന്നെ അദ്ദേഹം ഒരു സിനിമാക്കാരൻ പോലെ അങ്ങോട്ട് ആയി മാറുകയായിരുന്നു ചെയ്തത്. ഏതാണ്ടോ 20-ലധികം ചിത്രങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ഗാനരചന നടത്തിയിരുന്നു. അതിനകം തന്നെ ധാരാളമായ കവിതകൾ അദ്ദേഹം ഇതിനകം തന്നെ എഴുതിയിരുന്നു. കൂടാതെ അക്കാലത്തെ ക്യാമ്പസുകളിൽ ചൊൽക്കവിതകളുമായി, കവിതാ ആലാപനവുമായി അദ്ദേഹം നടന്ന് ജനമനസ്സുകളെ, കോളേജ് ക്യാമ്പസുകളെ സ്വാധീനിച്ചു. അത്തരത്തിലുള്ളൊരു വലിയൊരു വ്യക്തിത്വമായിരുന്നു. കൂടാതെ ഒരു സാധാരണ മനുഷ്യൻ, ഒരു ജാടകളില്ലാത്ത, അല്ലെങ്കിൽ സിനിമാക്കാരനായി വലിയ ഉയരങ്ങളിൽ പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ പോലും അത്തരത്തിൽ യാതൊരു ഇതുമില്ലാതെ സംവാദങ്ങൾക്ക് വരികയും സാധാരണക്കാരുമായിട്ടൊക്കെ ഇടപഴകുകയും ഒക്കെ ചെയ്ത അനിൽ പനച്ചൂരാൻ്റെ വ്യക്തിത്വം വളരെ വലുതാണ്. പക്ഷേ നിർഭാഗ്യവശാൽ നമുക്ക് ഇന്ന് പനച്ചൂരാൻ നമ്മളോട് ഇല്ല എന്നുള്ളത് ഒരു ദുഃഖകരമായൊരു വസ്തുതയാണ് സുരേഷ്. അതുപോലെ തന്നെ അനിൽ പനച്ചൂരാൻ വലിയൊരു ഭാഗ്യമുണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്വന്തം കവിത സിനിമയിൽ അദ്ദേഹത്തിന് പാടാനും ആ രംഗത്ത് അഭിനയിക്കാനുള്ളൊരു ഭാഗ്യം അദ്ദേഹത്തിനുണ്ടായി. അത് ഏത് സിനിമയാണ് ശ്യാം? ആ സിനിമ ലാൽ ജോസ് സംവിധാനം ചെയ്ത അറബിക്കഥ എന്ന് പറഞ്ഞൊരു സിനിമയാണ്. പ്രവാസി ജീവിതവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പ്രവാസികളുടെ കഥയും ഒക്കെ പറഞ്ഞ ഒരു വിജയകരമായി വന്നൊരു ചിത്രമായിരുന്നു അറബിക്കഥ. ലാൽ ജോസിന്റെ സിനിമയായിരുന്നു. ആ പാട്ട് വളരെ പ്രസിദ്ധമായ പാട്ടാണ്. അത് അനിൽ പനച്ചൂരാനെ അടയാളപ്പെടുത്തിയ പാട്ടാണ്. വേണമെങ്കിൽ നമുക്ക് അനിൽ പനച്ചൂരാന്റെ സിഗ്നേച്ചർ സോങ് എന്ന് തന്നെ നമുക്കത് പറയാം. കേട്ടിട്ടുണ്ടാവും സുരേഷ്. ഏതാണ് കവിത? ചോര വീണ മണ്ണിൽ നിന്നുയർന്നു വന്ന പൂമരം ചേതനയിൽ 100 പൂക്കളായി പൊലിക്കവേ, ഓർക്കുവിൻ സഖാക്കളെ നമ്മൾ വന്ന വീതിയിൽ, 1000 ചോര കൊണ്ടെഴുതി വച്ച വാക്കുകൾ. അങ്ങനെ അത് വളരെ ഗംഭീരമായ കവിതയാണ്. മാത്രമല്ല, ആ കവിതയെക്കുറിച്ച് വിപ്ലവം തുടിക്കുന്ന കവിതകളല്ലേ? തീർച്ചയായിട്ടും അത് ഓരോ വാക്കിലും വിപ്ലവം സ്ഫുരിക്കുന്നതാണ്. മാത്രമല്ല, അത് അനിലിന്റെ ശബ്ദത്തിൽ കൂടെ ആയിക്കഴിഞ്ഞപ്പോൾ, അത് അനിൽ അഭിനയിക്കുകയും കൂടെ ചെയ്തപ്പോൾ ആ ചിത്രത്തിൽ അതൊരു വല്ലാത്തൊരു വലിയ ആകർഷണം അത് ഉണ്ടാക്കി എന്നുള്ളതാണ് സത്യം. കേട്ടിട്ടുള്ളത്, ലാൽ ജോസ് ഈ ചിത്രത്തിൽ അനിലിനെ കൊണ്ടുവരുമ്പോൾ ആവശ്യപ്പെട്ടിരുന്നത് ഈ സിനിമയ്ക്ക് വേണ്ടി അനിൽ പനച്ചൂരാൻ എഴുതിയ വരികളാണ്. ലാൽ ജോസ് ആവശ്യപ്പെട്ടത് പണ്ട് നമ്മുടെ മലയാളത്തിൽ വന്നൊരു വിപ്ലവ ഗാനം, സുരേഷിനൊക്കെ ഓർമ്മയുണ്ടാവും. മൂലധനം എന്നാണ് സിനിമയുടെ പേരെന്നാണ് എനിക്ക് ഓർമ്മ. എനിക്കത് സംശയമുണ്ട്, പക്ഷെ വരികൾ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഓരോ തുള്ളി ചോരയിൽ നിന്നും 1000 പേർ ഉയരുന്നു നമ്മൾ നാടാകെ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വിപ്ലവം തുടിക്കുന്ന ഒരു ഗാനമാണ്. ഓരോ തുള്ളി ചോരയിൽ നിന്നും എന്നാണ് അതിന്റെ. അതുപോലൊരു ഗാനം വേണം എന്നാണ് അനിൽ പനച്ചൂരാനോട് ലാൽ ജോസ് ആവശ്യപ്പെടുന്നത്. അനിൽ പനച്ചൂരാൻ ആ കവിത എഴുതാൻ കഷ്ടിച്ചൊരു 30 മിനിറ്റേ എടുത്തുള്ളൂ എന്നാണ് പറയുന്നത്. പക്ഷേ അനിൽ പനച്ചൂരാൻ പറയുന്നത്, ഞാൻ ഈ വരികൾ എഴുതാൻ 30 മിനിറ്റേ എടുത്തുള്ളൂ എങ്കിൽ പോലും എൻ്റെ 25 വർഷത്തിലധികമുള്ള ജീവിതാനുഭവങ്ങൾ മുഴുവൻ
ഞാൻ ഈ കവിതയിൽ ഈ വരികളിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ആ കവിതയോട് കൂടിയാണ് ശരിക്കും അദ്ദേഹം അടയാളപ്പെടുത്തപ്പെട്ട ഒരു 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 സിനിമാ ഗാനരചയിതാവായിട്ട് മാറിയത്. കൂടാതെ ഇതിന് നേരെ ഘടകവിരുദ്ധമായ ഒരു ഗാനവും അതിനകത്തുണ്ട്. ഓരോ പ്രവാസിയുടെ മനസ്സിലുള്ള സ്വപ്നമാണ് തിരികെ ഞാൻ വരുമ്പോൾ, എൻ്റെ നാട്ടിലെത്തുമ്പോൾ തിരികെ ഞാൻ വരുമ്പോൾ എന്നുള്ള ആ ഒരു ഗാനം. മനോഹരമായ ഗാനം. ഓരോ പ്രവാസിയും സ്വന്തം എല്ലാ ദിവസവും നമ്മൾ അവിടെ പ്രവാസ ജീവിതം നയിക്കുമ്പോൾ തിരിച്ച് നമ്മുടെ നാട്ടിൽ വരണമെന്നും ഇവിടുത്തെ നമ്മുടെ നാട്ടിടവഴികളിലൂടെ നടക്കണമെന്നും ഇവിടുത്തെ നമ്മുടെ വയലുകളും നമ്മുടെ പുഴകളും നമ്മുടെ വള്ളങ്ങളും നമ്മുടെ ഇവിടുത്തെ ഈ തവളകളുടെ രാത്രിയിലുള്ള അതിൻ്റെ ആ ശബ്ദങ്ങളും എല്ലാം കേൾക്കണമെന്ന് പറഞ്ഞ് തിരികെ ഞാൻ എത്തണമെന്നുള്ള ആ ഒരു ഗാനം, ഞാൻ എൻ്റെ മനം കൊതിക്കുന്നു എന്ന് പറഞ്ഞൊരു ഗാനമുണ്ട്. വളരെ പ്രസിദ്ധമായ ഗാനമാണ്. ആ ഗാനമൊക്കെ ശരിക്കും അനിൽ പനച്ചൂരാനെ അടയാളപ്പെടുത്തിയ ഗാനങ്ങളാണ്. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗാനങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ ജയരാജ് എന്ന് പറഞ്ഞ പ്രസിദ്ധനായ സംവിധായകൻ, വളരെ പ്രശസ്തനായ സംവിധായകൻ ജയരാജ് ഇദ്ദേഹത്തിന്റെ അനാഥൻ എന്ന് പറഞ്ഞ കവിതയിലെ അനാഥൻ എന്ന് പറഞ്ഞ കവിതയിൽ എടുത്ത് അദ്ദേഹത്തിന്റെ മകൾക്ക് എന്ന് പറഞ്ഞ ഒരു ചിത്രത്തിൽ ചേർത്തിട്ടുണ്ട്. മകൾക്ക് അത് പിന്നെ ജയരാജിന്റെ നല്ലൊരു ചിത്രമായിരുന്നു ഈ മകൾക്ക്. നമ്മുടെ ശോഭനയൊക്കെ അഭിനയിച്ച ഒരു ചിത്രമാണ്. അതൊരു ഭ്രാന്തിയുടെ കഥയുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണ്. അതിൽ അനിലിന്റെ വരികളാണ് ഈ അനാഥൻ എന്നുള്ള കവിതയിലുള്ള വഴി. ഇതുപോലൊരു ഇടവമാസത്തിൽ നടന്നൊരു സംഭവത്തിനെ കുറിച്ച് ആ ഭ്രാന്തി, അത് അനിൽ എവിടെയോ ഞാൻ വായിച്ചു കേട്ടിട്ടുള്ളത്, അദ്ദേഹത്തിന്റെ സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് ഒരു ദിവസം സ്കൂളിൽ നിന്ന് ഫ്രണ്ടിൽ ആളുകൾ കൂടി നിൽക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഒരു ഭ്രാന്തി, ഇവർക്കൊക്കെ അറിയാവുന്ന ഒരു ഭ്രാന്തിയെ കുറച്ച് ആൾക്കാർ എടുത്ത് അവരെ വസ്ത്രമൊക്കെ മാറ്റിയിട്ട് കൊണ്ടുപോകുന്ന ശരിക്കും ഗർഭിണിയായ ഭ്രാന്തി പ്രസവിക്കുകയായിരുന്നു. ആ സമയത്ത് കുട്ടികളെ ഒന്നും അങ്ങോട്ട് അടുപ്പിച്ചില്ല. കുഞ്ഞുനാളിൽ പതിഞ്ഞ ആ ഒരു ചിത്രം അദ്ദേഹത്തിന്റെ മനസ്സിൽ കിടന്നു. എന്താണെന്നൊന്നും അന്ന് അറിയില്ലല്ലോ. അപ്പൊ ആ ഭ്രാന്തിയെ കൊണ്ടുപോകുമ്പോഴത്തേക്കും ഭ്രാന്തിയുടെ വസ്ത്രം പോലും ആരോ കടയിൽ നിന്നോ മേടിച്ചു കൊടുത്തൊരു വസ്ത്രം ധരിപ്പിച്ചിട്ട് കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ അതിൽ നിന്ന് വീഴുന്ന ചോരത്തുള്ളികൾ ഭ്രാന്തിയുടെ കാലുകളിലൂടെ പോകുന്നൊക്കെ അനിലിന്റെ മനസ്സിൽ ഇങ്ങനെ, അനിൽ പനച്ചൂരാൻ കുട്ടിയായിരുന്ന സമയത്ത് പതിഞ്ഞിരുന്നു. അപ്പൊ അതെല്ലാം വെച്ചിട്ടാണ് അദ്ദേഹത്തിന്റെ ഒരു കവിത അനാഥൻ എന്ന് പറഞ്ഞൊരു കവിതയുണ്ട്. അത് പിന്നെ അതിലെ വരികൾ പിന്നെ ഇടവമാസ പെരും മഴ പെയ്തരാവതിൽ കുളിരിന്നു കൂട്ടായി ഞാൻ നടന്നു, ഇരവിന്റെ നൊമ്പരം പോലൊരു കുഞ്ഞിന്റെ തേങ്ങലൻ കാതിൽ പതിഞ്ഞു. വളരെ ആർദ്രമായ വരികളാണ്. ഈ വരികളിലെ ഭാവം അദ്ദേഹം ഒരു കൊച്ചു കുട്ടിയായിരുന്ന സമയത്ത് മനസ്സിൽ പതിഞ്ഞതിനെ ഇത്രയും കാലം കൊണ്ടു നടന്നിട്ട് അദ്ദേഹം അവതരിപ്പിച്ച് ആ മനോഹരമായ ആ കവിത ജയരാജ് മകൾക്ക് എന്നുള്ള ചിത്രത്തിൽ നന്നായിട്ട് അത് സന്നിവേശിപ്പിച്ചിരുന്നു. ആ പാട്ട് സിനിമയ്ക്ക് വേണ്ടി ചൊല്ലിയത് ബാലചന്ദ്രൻ ചുള്ളിക്കാടായിരുന്നു. അപ്പോൾ ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ ശബ്ദം നമുക്കറിയാമല്ലോ. അദ്ദേഹം വളരെ മനോഹരമായിട്ട് ചൊല്ലി അത് ഹിറ്റായ ഒരു പാട്ടായിരുന്നു. അതിലെല്ലാ പാട്ടുകളും ഹിറ്റായിരുന്നു. അതിൽ പിന്നെ പക്ഷേ അത് ആൾക്കാർക്ക് അന്ന് അനിൽ പനച്ചൂരൻ എത്രത്തോളം പ്രസിദ്ധി വന്നിട്ടുണ്ടായിരുന്നില്ല. ഈ ചോര വീണ മണ്ണിൽ നിന്നൊക്കെ വരുന്നതിന് മുമ്പുള്ള സംഭവമാണല്ലോ ഇത്. എല്ലാവരും ധരിച്ചു വെച്ചിരുന്നത് ആ വരികൾ എഴുതിയത് ബാലചന്ദ്രൻ ചുള്ളിക്കാട് തന്നെയാണെന്നാണ്. കാരണം ആ വരികളുടെ ഒരു ചടുലത, ആർദ്രത ഒക്കെ ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ വരികളുമായിട്ട് ഒത്തിരി സാദൃശ്യം വരുന്നതായതുകൊണ്ട് ആൾക്കാർ അങ്ങനെ ധരിച്ചു വെച്ചിരുന്നു. അത് പിൽക്കാലത്ത് അനിൽ പനച്ചൂരാൻ തന്നെ അത് പറയുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ അതേ തുടർന്ന് നിരവധിയായ ചിത്രങ്ങൾ പിന്നെ അദ്ദേഹത്തിന് വന്നിട്ടുണ്ട്. പിന്നെ ഒരുപാട് കൊമേഴ്സ്യലി ഹിറ്റായിട്ടുള്ള കുറേ ചിത്രങ്ങൾ, മോഹൻലാൽ ചിത്രങ്ങളിലൊക്കെ വളരെ വളരെ ലളിതമായ പാട്ട്, കൊച്ചുകുട്ടികൾക്ക് വേണ്ടി എഴുതിയ പാട്ടുകളുണ്ട്. ഇതിലൂടെയൊക്കെ വന്നിട്ട് അനിൽ പനച്ചൂരാൻ വളരെ വളരെ പ്രസിദ്ധിയിലേക്ക് പോയിക്കൊണ്ടിരുന്ന ഒരു സമയത്താണ് നമുക്ക് അനിൽ പനച്ചൂരാന്റെ കഴിവ് മുഴുവൻ നമുക്കത് പ്രയോജനപ്പെടുത്തുവാൻ നമുക്ക് മലയാള സിനിമയ്ക്കും മലയാള സാഹിത്യത്തിനും കഴിഞ്ഞില്ല. നഷ്ടമാണ്. ഒരുപക്ഷെ അനിൽ പനച്ചൂരാൻ ജീവിച്ചിരുന്നുവെങ്കിൽ വയലാറിനെ പോലെയോ പി ഭാസ്കരനെ പോലെയോ ശ്രീകുമാരൻ തമ്പിയെ പോലെയോ ONV കുറുപ്പിനെ പോലെയോ ഒക്കെ ഒരു വലിയ പ്രതിഭയായിട്ട് തന്നെ തീരേണ്ട ഒരു വ്യക്തിത്വമായിരുന്നു അനിൽ പനച്ചൂരാൻ എന്നുള്ളതാണ് വസ്തുത. അനിൽ പനച്ചൂരാൻ കായംകുളത്ത് ജനിച്ചു വളർന്ന ഒരാളാണ് എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. കേരളത്തിൽ കായംകുളത്തിന് വലിയ പ്രത്യേകതയുണ്ട്.
KPSCയുടെ ആസ്ഥാനവും കായംകുളമായിരുന്നു. KPSC പോലുള്ള വിപ്ലവ പ്രസ്ഥാനങ്ങൾ ഇദ്ദേഹത്തിൻ്റെ ചിന്താഗതിയെ, ഇദ്ദേഹത്തിലുള്ള കവിയെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെന്ന് ശ്യാമിന് തോന്നുന്നുണ്ടോ? ഉണ്ട് അതുണ്ട്. കാരണം കായംകുളത്ത് ജനിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രമല്ല, ഇദ്ദേഹം വളരെ ചെറുപ്പത്തിൽ തന്നെ ഈ പൊതു കാര്യങ്ങളുമൊക്കെ ആയിട്ട് വളരെ ബന്ധപ്പെട്ട് നടക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് ഈ കായംകുളം KPSCയുടെ പ്രവർത്തനങ്ങൾ, ആ KPSCയിൽ അന്ന് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കവികൾ ONV കുറുപ്പുണ്ട്, അങ്ങനെ തോപ്പിൽ ഭാസി തീർച്ചയായിട്ടും KPSCയുടെ ആളായിട്ടുണ്ട്. ഇവരുമായിട്ടുള്ള ബന്ധങ്ങൾ അന്ന് KPSCയുടെ വിപ്ലവ ചിന്തകൾ വളർന്നു വന്നിരിക്കുന്ന കാലഘട്ടമൊക്കെ അനിൽ നേരിട്ട് വീക്ഷിച്ചൊരു വ്യക്തി എന്നുള്ള നിലയിൽ അനിലിൻ്റെ വിപ്ലവ ചിന്തകളിൽ തീർച്ചയായിട്ടും KPSCക്ക് ഒരു വലിയ സ്വാധീനമുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ വിപ്ലവ ഗാനങ്ങൾ KPSCയുടെ നാടക ഗാനങ്ങളിലൂടെയാണ് വന്നതെങ്കിൽ അതിൻ്റെ ഒരു സ്വാധീനം അനിൽ ഉണ്ടായതിന്റെ വെളിച്ചത്തിലാണ് പിൽക്കാലത്ത് വന്ന ഈ ചോര വീണ മണ്ണിൽ നിന്ന് ഉയർന്നു വന്ന പൂമരം പോലുള്ള ഗാനങ്ങളൊക്കെ മലയാളികൾ ഏറ്റവും അധികം ചൊല്ലിയിട്ടുള്ളത് KPSCയുടെ നാടക ഗാനങ്ങൾക്ക് ശേഷം തീർച്ചയായിട്ടും അനിൽ പനശൂരാന്റെ ഇത്തരം ഗാനങ്ങളാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ പനച്ചൂരാൻ എന്നുള്ള പേര് പലർക്കും ഒരു സംശയം ഉണ്ടായിട്ട് പലരും സംശയിച്ചു വെച്ചിരുന്നത് ഈ പനച്ചൂര എന്ന് പറയുന്ന സ്ഥലമുണ്ടെന്നാണ് അച്ഛന് ധരിച്ചു വെച്ചത്. പക്ഷേ ശരിക്കും അങ്ങനല്ല. അത് പനച്ചൂരൻ എന്ന് പറയുന്നത് അവരുടെ വീട്ടുപേരാണ്, അവരുടെ തറവാട്ട് വീട്ടുപേരാണ്, അവരുടെ പൂർവികമായൊരു കുടുംബമാണ്, അതൊരു പുരാതനമായൊരു കുടുംബമാണ്. ആ കുടുംബത്തിൽ അവര് വിഷവൈദ്യം അല്ലെങ്കിൽ അങ്ങനെ അത്തരം കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്നു. നമ്മുടെ ഗുരുദേവൻ പോലും അവിടെ വേദപഠനത്തിനൊക്കെ പണ്ട് വന്നിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അനിലിന് ആ ഒരു സ്വാധീനമൊക്കെ അനിലിന്റെ മനസ്സിൽ ഉണ്ടായിട്ടുണ്ട്. ആ സ്വാധീനത്തോടൊപ്പമാണ് അനിലിന് ഇത്തരത്തിലുള്ള ഈ വിപ്ലവ ചിന്തകളും അനിലിന്റെ മനസ്സിൽ അക്കാലത്തിൽ വളർന്നു വന്നതും അതൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ തീപ്പൊരി വാക്കുകളായിട്ട്, വിസ്ഫോടനങ്ങളായിട്ട്, കവിതകളായിട്ട്, പാട്ടുകളായിട്ടൊക്കെ നമുക്ക് ലഭിച്ചത്. എല്ലാ മഹാപ്രതിഭകളെയും പോലെ ഇദ്ദേഹവും അവസാന കാലത്ത് വിപ്ലവം വെടിഞ്ഞ് ആത്മീയതയിലേക്ക് പോയി എന്ന് കേട്ടിട്ടുണ്ട്. ശ്യാം എന്ത് പറയുന്നു? അത് ഒരു പരിധി വരെ സത്യമാണ്. അത് കാരണം ഞാൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിന്റെ കുടുംബ പശ്ചാത്തലത്തിൽ ഒരു 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 ആത്മീയതയുടെ ഒരു അംശം ഉള്ളൊരു കുടുംബ പശ്ചാത്തലത്തിലൂടെയാണ് അദ്ദേഹം വന്നത്. വളരെ പുരാതനമായ കുടുംബം. അവിടെ വേദങ്ങളൊക്കെ പഠിപ്പിക്കുമായിരുന്നു. വേദങ്ങൾ ആ ക്ലാസ്സുകളിൽ ഗുരുകുല സമ്പ്രദായം പോലെ ഉണ്ടായിരുന്ന പൂർവികർ പഠിപ്പിച്ചത് നമ്മുടെ ഗുരുദേവൻ സൂചിപ്പിച്ചുള്ള ഗുരുദേവൻ ഉൾപ്പെടെ ഉള്ള ആൾക്കാർ അവിടെ വന്നിരുന്നു. ഇതൊക്കെ തന്നെ അനിലിന്റെ മനസ്സിൽ ഇതിനോടുള്ളൊരു താല്പര്യം ധാരാളമായിട്ട് ഉണ്ടായി. മാത്രമല്ല കൊച്ചുനാൾ മുതൽ കേൾക്കുന്നത് ഈ വേദങ്ങളാണ്, വേദങ്ങൾ, ഇതിഹാസങ്ങൾ. അങ്ങനെ അദ്ദേഹം വായിച്ചും കേട്ടും പഠിച്ചും അറിഞ്ഞ കാര്യങ്ങളിലൂടെ അദ്ദേഹം വിദ്യാഭ്യാസത്തിന് ശേഷം ഒരു സഞ്ചാരം നടത്തി എന്നാണ് പറയുന്നത്. ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ചു. ചെന്ന ഏതോ ഒരു സ്ഥലത്ത് ഹൈദരാബാദിലോ മറ്റോ ചെന്ന് ഏതോ ഒരു സ്വാമിയുടെ അടുത്ത് ചെന്നപ്പെടുകയും ആ സ്വാമി വഴി ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലൊക്കെ നടക്കുകയും ഒരു പരിപൂർണ സന്യാസം, എവിടെയോ പോയി സന്യാസം സ്വീകരിക്കുകയും ചെയ്തു. അങ്ങനെ വീട്ടിൽ നിന്നൊക്കെ വിട്ട് അദ്ദേഹം വർഷങ്ങൾ പുറത്ത് നടന്നൊരു സന്യാസ ജീവിതമൊക്കെ നടന്നിട്ടാണ് അദ്ദേഹം തിരിച്ച് വീട്ടുകാരൊക്കെ അന്വേഷിച്ച് നിർബന്ധിച്ചിട്ടാണ് തിരിച്ചു വരുന്നത്. തിരിച്ചു വന്നിട്ട് അദ്ദേഹത്തിന്റെ ഈ വിപ്ലവ കവിതകളും മറ്റു കവിതകളും പ്രവർത്തനങ്ങളും ഒക്കെ നടക്കുന്നതോടൊപ്പം ഉണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്നും ആ ഒരു ആത്മീയതയുടെ ഒരു തേജസ് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അതുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഞാൻ ഈ അവസാന കാലഘട്ടങ്ങളിലൊക്കെ ഞാൻ ഇത്തരത്തിലുള്ള ആത്മീയമായിട്ട് മാറി, അതുകൊണ്ട് ഞാൻ എൻ്റെ ചിന്താഗതിയിൽ എൻ്റെ കവിതകളിലൂടെ ഒന്നും തെറ്റിദ്ധരിക്കുകയൊന്നും വേണ്ട. ഞാൻ ഈ വിപ്ലവ ഗാനങ്ങൾ എഴുതിയത് കൊണ്ട് ഞാൻ ഒരിക്കലും ഒരു കമ്മ്യൂണിസ്റ്റുകാരനല്ല. എൻ്റെ ചോര വീണ മണ്ണിൽ എന്നുള്ള കവിത കേട്ടിട്ട് ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് വിചാരിക്കേണ്ട. അവസാന കാലഘട്ടത്തിൽ ലവ് ജിഹാദിന് എതിരായിട്ട് അദ്ദേഹം സംസാരിക്കുകയും ചെയ്തു. ലവ് ജിഹാദിന്റെ അപകടങ്ങളെ കുറിച്ച് സൂചിപ്പിക്കുന്ന കവിതകൾ അദ്ദേഹം കോളേജുകളിൽ, സ്കൂളുകളിലൊക്കെ ചെന്ന് പാടി. അപ്പോഴവിടെ ആരോ ചോദിക്കുകയും ചെയ്തു, താങ്കൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? താങ്കൾ ഒരു തരത്തിൽ ഇതും പറയുന്നു, വിപ്ലവ ഗാനങ്ങളും പറയുന്നു, ഇപ്പോൾ ഇത് വന്നിട്ട് ലവ് ജിഹാദിനെ എതിർക്കുന്നു, ഇതൊക്കെ ലവ് ജിഹാദ് വേണ്ടാന്ന് പറയുന്നു. അപ്പം ഇത് തമ്മിലൊക്കെ ഉള്ള പൊരുത്തക്കേടുകൾ എന്താണ് താങ്കളുടെ രാഷ്ട്രീയം എന്ന് വരെ അദ്ദേഹത്തിന്റെ അടുത്ത് ഓപ്പണായിട്ട് ചോദിച്ചിട്ടുണ്ട്. അവിടെയാണ് അദ്ദേഹം അനിൽ പനച്ചൂരാന്റെ വ്യക്തിത്വം തുറന്നു കാട്ടിയത്. ഞാൻ അങ്ങനെ വിപ്ലവ ഗാനങ്ങൾ എഴുതിയതുകൊണ്ട് ഞാൻ ആ വിഭാഗത്തിൽ പെടുന്ന ആളല്ല, ഞാൻ ഇത്തരം പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഏതെങ്കിലും മറ്റൊരു വിഭാഗത്തിൽ പെടുന്ന ആളല്ല. എൻ്റെ ചിന്തയിൽ മനുഷ്യനാണ്, മനുഷ്യ നന്മയാണ്, വാക്കാണ് ഏറ്റവും വിലപ്പെട്ട ആയുധം. ആ വാക്ക് ഞാൻ പ്രയോഗിക്കുന്നു, ആ വാക്കുകളിലൂടെ എൻ്റെ സമൂഹത്തെ ഞാൻ ഉദ്ധരിക്കാൻ ശ്രമിക്കുന്നു.
എനിക്ക് സായുജ്യം കിട്ടുന്നു. ആ സായുജ്യം, ഞാൻ അനുഭവിക്കുന്ന ആനന്ദം ഞാൻ ഈ സമൂഹത്തിന് പകർന്നു കൊടുക്കാൻ ശ്രമിക്കുന്നു. അതിലൊക്കെ തന്നെ ആ ഒരു ആത്മീയതയുടെ ഒരു ലയം അതിനകത്തുണ്ട്. ആത്മീയതയുടെ തലത്തിൽ നിന്ന് ഉള്ള സ്വാധീനമുള്ള ഒരാൾക്ക് മാത്രമേ ഇത്തരത്തിൽ സംസാരിക്കാനുള്ളൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും അനിൽ പനശൂരാന് ആത്മീയതയുടെ ഒരു സ്വാധീനം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചില കവിതാ ശകലങ്ങൾ പറഞ്ഞ് നമുക്ക് ഈ വർത്തമാനം അവസാനിപ്പിച്ചാലോ? തീർച്ചയായിട്ടും സുരേഷ്, തീർച്ചയായിട്ടും. അനിൽ പനശൂരിന്റെ നിരവധിയായ കവിതകളുണ്ട്. നമുക്ക് ഇഷ്ടപ്പെടുന്ന അനേകം കവിതകളുണ്ട്. കവിതകളും സിനിമാ പാട്ടുകളും ഒക്കെ മുമ്പേ നമ്മൾ ചിലതൊക്കെ സൂചിപ്പിച്ചത് കൂടാതെ. പക്ഷെ അനിലിന്റെ എനിക്ക് തോന്നുന്നത് പലപ്പോഴും അദ്ദേഹത്തിന്റെ കാസറ്റുകൾ വളരെ വിപുലമായിട്ട് പോയിട്ടുണ്ട്. പല കവിതകൾക്ക് തുടങ്ങുന്നതിന് മുമ്പായിട്ട് അദ്ദേഹത്തിന്റെ ഒരു ശബ്ദത്തിൽ ഒരു 2 വരി പറയാറുണ്ട്. അത് എന്നിൽ ഒരുപാട് സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അത് ഞാൻ 1-2 കാര്യങ്ങൾ ഞാനത് പറയാം. ഒന്ന്, അദ്ദേഹത്തിന്റെ വളരെ പ്രസിദ്ധമായ ഒരു കവിതയാണ് വിൽക്കുവാൻ വെച്ചിരിക്കുന്ന പക്ഷികൾ. അതിന്റെ കാസറ്റിൽ അവതരണത്തിൽ തന്നെ ആ കേൾക്കുമ്പോൾ തന്നെ ഇതെന്താണെന്ന് അറിയാനുള്ള ഒരു ത്വര നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു. അനിലിന്റെ ശബ്ദത്തിൽ വിൽക്കുവാൻ വെച്ചിരിക്കുന്ന പക്ഷികൾ, പഞ്ചരസ്ഥമായ പക്ഷിയുടെ പാട്ടാണിത്. പ്രണയത്തിന്റെ പൂക്കൾ നെഞ്ചിൽ ചൂടി പറക്കവേ വേടന്റെ വലയിൽ വീണ ഇണപ്പറവകളുടെ വേദന. ഈ വേദന ഓരോ മർത്യാത്മാവിൻ്റെതുമാണ്. വലയിൽ വീണ കിളികളാണു നാം, ചിറകൊടിഞ്ഞൊരിണകളാണു നാം, വഴിവിളക്കു കണ്ണു ചിമ്മുമീ വഴിയിലെന്തു നമ്മൾ പാടണം. അങ്ങനെ തുടങ്ങി വരുന്ന വരികളാണ്. അത് വരുമ്പോൾ നമുക്കൊക്കെ പറയാം, നമ്മളൊക്കെ ജീവിതത്തിൽ വലയിൽ വീണ കിളികളാണ് നമ്മളൊക്കെ തന്നെ. ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഏതെങ്കിലും ഒരു വേടന്റെ വലയിൽ വീണ കിളികളാണ് നമ്മൾ എന്ന് നമുക്കത് പറയാം. അതുപോലെ കൂടാതെ മറ്റൊന്ന്, ആമുഖമായി അദ്ദേഹം പറയുന്ന വളരെ നമ്മളെ സ്വാധീനിക്കുന്ന ഒരു വരി. ഞാൻ കുറച്ചു മുമ്പ് നമ്മൾ അനാഥൻ, ജയരാജന്റെ മകൾക്കെന്ന ചിത്രത്തിലുള്ള ഗാനത്തിന്റെ കാര്യം പറഞ്ഞല്ലോ. അത് അദ്ദേഹത്തിന്റെ കാസറ്റിൽ അദ്ദേഹം അനാഥൻ എന്ന് പറഞ്ഞ് ചൊല്ലി അദ്ദേഹത്തിന്റെ തന്നെ ശബ്ദത്തിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ആദ്യം അദ്ദേഹം പറയുന്നത്, അനാഥൻ, ഭാരതഭൂമിയിൽ തെരുവിലലയുന്ന ആയിരങ്ങൾക്കായി, അനാഥർക്കായി ഒരു കവിത. തീർച്ചയായിട്ടും ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ ആ മനസ്സിന്റെ ആ ഒരു ആർദ്രത നമ്മളിൽ അതങ്ങനെ ഉൾക്കൊള്ളുന്നുണ്ട്. അങ്ങനെ അദ്ദേഹത്തിന്റെ നിരവധിയായ കവിതകളുണ്ട്. അത് കഴിഞ്ഞൊരു ശമോന്റെ സങ്കീർത്തനം എന്ന് പറഞ്ഞൊരു ബിബ്ലിക്കലായിട്ടുള്ളൊരു കവിത ഉണ്ട്, ശമോന്റെ സങ്കീർത്തനം. അത് വലിയൊരു കവിതയാണ്. ആ കവിതയുടെ തുടക്കത്തിൽ അദ്ദേഹം പറയുന്ന ചില വരികൾ കൊണ്ട് മാത്രം നമ്മൾ ആ കവിത ശ്രദ്ധിക്കും. ആ കവിത, അനിൽ പനശൂരാന്റെ കവിതകൾ പലപ്പോഴും ഞാൻ ഒറ്റയ്ക്കും കൂട്ടായ്മയിലും സൗഹൃദത്തിലൊക്കെ ചൊല്ലിയിട്ടുള്ളപ്പോൾ എപ്പോഴും ഈ ശമോന്റെ സങ്കീർത്തനം എന്ന് പറഞ്ഞ ആ ബിബ്ലിക്കൽ കവിത ചൊല്ലുമ്പോൾ എൻ്റെ കണ്ണുകൾ നനയാറുണ്ട്. എനിക്കത് പലപ്പോഴും കവിത ചൊല്ലിത്തീർക്കാൻ പോലും കഴിയാത്ത രീതിയിൽ അത്ര ഭാവതീവ്രമാണ് അതിലെ വരികൾ. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള കവിതയാണ്. യേശുക്രിസ്തു ചെയ്തതെല്ലാം നന്മ മാത്രം. നീ ചെയ്തതും പ്രവർത്തിച്ചതും കാണിച്ചു കൊടുത്തതും പറഞ്ഞതും എല്ലാം നന്മ മാത്രം. എന്നിട്ടും എന്തുകൊണ്ട് നീ ക്രൂശിക്കപ്പെട്ടു എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. അതിന്റെ ഒരു ആമുഖം ഇങ്ങനെയാണ് തുടങ്ങുന്നത്. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 32-ാം വാക്യം. അവർ പോകുമ്പോൾ ശീമോൻ എന്നു പേരുള്ള കുറിയനക്കാരനെ കണ്ടു. അവന്റെ ക്രൂശ് ചുമപ്പാൻ നിർബന്ധിച്ചു. ശമോന്റെ സങ്കീർത്തനം. ഓ ജീസസ്, വൈ ഷുഡ് യു ബി ക്രൂസൈഡ്? ഓ ജീസസ്, വൈ ഷുഡ് യു ബി ക്രൂസൈഡ്? അത് കേൾക്കുമ്പോൾ മനസ്സാർദ്രമാകുന്നു. അനിലിൻ്റെ അഭാവം നമ്മുടെ മനസ്സിലൊക്കെ ഒരു വിങ്ങലായി, ഒരു തേങ്ങലായി അവശേഷിക്കുന്നു. അതാണ് ഈ സന്ദർഭത്തിൽ മനസ്സിലൂടെ കടന്നു പോകുന്ന വികാരങ്ങൾ.